ലേഡീസ് നിങ്ങൾ ഏതിലെങ്കിലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാഡം ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. നിക്കണം, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നിയ ശരി ശരി നിങ്ങളെ ഈ കേരളത്തിലെ സ്ത്രീകളെ വേദനിപ്പിച്ചിട്ടു ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ വഴി നിനക്ക് എന്താണ് പ്രശ്നം? അത് നീ പറയണോ? നിനക്ക് ഷട്ടില്ല, നിങ്ങളുടെ മാപ്പ് പറഞ്ഞു. നിനക്ക് ഷട്ടില്ല, ഇനി മേലെ ഇങ്ങനത്തെ വീഡിയോ നിന്റെ മോക്കൻ നിന്റെ അമ്മയെ കൊണ്ടതാ മകൻ നാടില്ല നിനക്ക് ഇങ്ങനത്തെ വിറ്റ് ജീവിക്കാൻ. മാഡം ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ മൊബൈല് മര്യാദക്ക് ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ഉണ്ടല്ലോ. ഇതൊന്നും ആയിരിക്കൂല മോനെ, ഇതൊന്നും ആയിരിക്കൂല, മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇത് തരിക, ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ പേടിക്കണ്ട. ഇങ്ങോട്ട് വരും, ഞാൻ ഡിലീറ്റ് ചെയ്യാം. നീ എന്താ ചോദിക്കാൻ വരത്തില്ലെന്നോ? നീ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്തേ? മാഡം ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് പൈസക്ക് പ്രശ്നം. കൊട്ടേഷൻ തന്നത് ആരാണ്? നിനക്ക് കൊട്ടേഷൻ തന്നത് നിനക്ക് ഇത് പറയാൻ ഇങ്ങനെ ധൈര്യം വന്നു? അത് എങ്ങനെ നിനക്ക് ധൈര്യം വന്നു? എന്റെ കൂടെ എടാ നീ അത് പറഞ്ഞല്ലോ, ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ഓരോ പടത്തിനും ഓരോരുത്തരുടെ കൂടെ കിടക്കുന്നല്ലോ നീ പറഞ്ഞത് ആണല്ലോ. ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് യൂട്യൂബ് തുറ, എല്ലാം യൂട്യൂബ് തുറ. ഞാൻ ഡിലീറ്റ് ചെയ്ത ശബ്ദധാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഇവന്റെ എന്റെ അമ്മയുടെ പെങ്ങന്മാരുടെ പേരാണോടാ നീ അതിൽ വിളിച്ച് പെണ്ണാണോടാ? കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്. ആക്രോശം പറയുന്നത്, സങ്കടമാണിത്. നിങ്ങൾ ചെയ്യേണ്ട കടമയാണിത്. ഞങ്ങൾ ഇരിക്കപ്പെടുത്തിയില്ലാതെ ഞങ്ങളെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയത് ഇവിടെ ഒരു സൈബർ നിയമം ഇല്ലാത്തതിന്റെ ഇതാണ് ഈ കാണുന്നത്. ഒരുത്തനുടെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന് കൊടുക്കാൻ അറിയാമയ്യാഞ്ഞിട്ടല്ല കൊടുക്കാത്തത്. സിനിമയിലെ നീ ഉണ്ടാക്കിയ ശബ്ദം ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതല്ല ഞങ്ങളുടെ ശബ്ദം, അതിനേക്കാൾ വലുതല്ല. നീ ശരിക്കുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ല. നീ കണ്ടത് മുഴുവൻ പഴച്ചു സന്തതികളായിരിക്കും. അതായിരിക്കും നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് ഈ അഭിപ്രായം. ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നത്? പൊട്ടി ചാനൽ ഡിലീറ്റ് സോറി. മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഐ ആം റിയലി സോറി. സോറി ചേട്ടാ, നമുക്കുണ്ട് കാര്യങ്ങൾ, അതുകൊണ്ടാ. പ്ലീസ് എന്താണ് പറഞ്ഞറിയാമോ വീഡിയോക്കെ? ഇവ പറഞ്ഞ വാക്ക് വെളി പറയാൻ കൊള്ളില്ല. അമ്മ പെങ്ങന്മാരുടെ കൂടെ ജീവിച്ചവനാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തരാ. അതൊന്നും വേണ്ട, എനിക്ക് താമസിച്ചു ഓപ്പൺ ആയി ബാക്കി ചെയ്തോളാം. നീ വിജയിച്ച ആരും ചോദിക്കാൻ പറ്റത്തില്ല. ഇത് നിന്നെ പോലെയുള്ള എല്ലാ ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടവട്ട സ്ഥലത്തോ? നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നീ എന്ത് ഡോക്ടറാണ് അല്ല മനസ്സിലാവണം. നീ സംസാരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. ഞാൻ ചോദിക്കട്ടെ, സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ 75 വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നിയത്? 30 വർഷം മുമ്പ് എന്നോട് ഒരാള് പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, നിന്റെ അമ്മയെ കുറിച്ച് നിന്റെ പെങ്ങന്മാരെ കുറിച്ച് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു. നിന്റെ അമ്മയും നിന്റെ പെങ്ങന്മാരും നിന്റെ ഭാര്യയും ഒക്കെ മഹാമോശമാണെന്ന് ഉടനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നാട്ടുകാരും കൂടെ അറിയിക്കണം. ആണോടാ? അറിയിക്കോ ഞങ്ങളെ? നിനക്ക് എന്താടാ? ആരെങ്ങനെയാ? നിനക്കെന്താ? നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവിടെ ഉള്ള സ്ത്രീകളെ മുഴുവൻ തെറി പറയാൻ? കാശുണ്ടാക്കുന്നോ? പെണ്ണുങ്ങളെ തെറി പറഞ്ഞാണോ കാശുണ്ടാക്കുന്നത്? പോയി അധ്വാനിച്ച് ജീവിക്കേ. നീ പോയി
അറിയാലോ. അവന്റെ ചാനൽ എത്ര ആൾക്കാർ കണ്ടേക്കുന്നത് പിന്നെ ഓരോന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് നിന്നെ വന്ന് അടിക്കാൻ ഞങ്ങൾക്ക് കൊട്ടേഷന്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല ഊശിലുള്ള പിടിച്ചോണ്ട് ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് പറയുന്നട്ടെ. നിങ്ങൾ പോലീസിലാണ് കംപ്ലൈന്റ് ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്താണ് ഇവിടെ സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ദിവസമായി ഇയാളുടെ വീഡിയോ പിന്നെ യൂട്യൂബിൽ കണ്ട് കളിക്കുന്നു? ഈ ഒരു മാസമായിട്ട് ഈ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? ഈ പോയി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് നിന്റെ എവിഡൻസ്. ഞാൻ പറയുന്നല്ലോ, ഞാൻ നിങ്ങളുടെ മൊബൈലിൽ തന്നിട്ടുണ്ട്. നിന്റെ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? എന്നിട്ട് ഞങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യും. അത് നിങ്ങൾ വേറെ വല്ല ആക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. നിന്റെ ഭാഗ്യമാണ് ഇടുന്നത്. ഇനി നിന്റെ വാണ്ടല്ല, നിന്റെ വാ. നീ എന്തിനു പറഞ്ഞ കേരളത്തിലെ പെണ്ണുങ്ങളെ ഷട്ടി ഇടാത്തത്? സമയത്തിന് വിളിക്കുമ്പോ ഇറങ്ങി പോണോന്നല്ലേ? ഒരു ദിവസം 8 അല്ലേ? നീ എത്ര എണ്ണത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? നിനക്ക് അങ്ങനത്തെ എത്ര പേരെ കിട്ടിയിട്ടുണ്ട്? മിണ്ടരുത് നീ. ഞാൻ നിന്നെ തൊട്ടിട്ടില്ല. എന്റെ സ്വഭാവത്തിന് നിന്നെ തൊട്ടിട്ടില്ല ഞാൻ. നീ പറഞ്ഞ ഓരോ പോയിന്റ് ഇപ്പൊ ഇനി നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ തെറി വിളിക്കോ? ഇനി മേലിൽ ഇപ്പൊ പറഞ്ഞതിനാണ് നീ മാപ്പ് പറഞ്ഞത്. ഇനി മേലിൽ താൻ ആരെയും തെറി വിളിക്കോ? ഇതിന് മുമ്പ് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തോന്നാൻ? ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീകളെ തെറി വിളിക്കാൻ തോന്നുന്നത് എന്താണോ കാരണം? ഈ പെണ്ണുങ്ങൾ താൻ പറഞ്ഞ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്ത് അടിച്ചു മാറ്റിയോ? അതോ തന്റെ വീട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? എന്താണോ ചെയ്തത്? അവന്റെ വീട്ടുകാരെ ഇതില്ല. അവന്റെ അമ്മേനെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഇവന്റെ ലാപ്പ് മൊബൈലെല്ലാം എടുത്തോ? എല്ലാം എടുത്തോ? നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം പോയി. അയ്യോ അങ്ങനെ പറയൂ. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിന്നെ കുറിച്ച് 10. ഇവിടെ സ്ത്രീകൾ ഇല്ല, ഒന്നും തരത്തില്ല.